വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കുഞ്ഞ് പ്ലാൻ പോട്ടാണ്. ആൻഡ് ഈ കുഞ്ഞ് പ്ലാൻ പോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞ് എസ്പിഡിന് വെച്ചിട്ടാണ്. സോ നമുക്കത് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് വരാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു പ്ലാൻ പോട്ടാണ്. അതിന് ഫസ്റ്റ് ഞാൻ ഒരു ഐസ്ക്രീം ടിൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഒന്ന് റിമൂവ് ആക്കി എടുക്കാം. സോ സ്റ്റിക്കർ റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ബ്ലേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിക്കർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങളെ കൈ മുറിയാതിരിക്കാൻ നോക്കുക. രണ്ട്, ഫ്രഷായിട്ടൊരു ബ്ലേഡ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ആ ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലൊന്ന് റബ്ബ് ചെയ്യുന്ന ടൈമിൽ സ്റ്റിക്കർ അത്യാവശ്യം റിമൂവ് ആയി കിട്ടും. ആൻഡ് ആ അടപ്പിൻ്റെ താഴത്തെ പോർഷൻസ് സ്റ്റിക്കർ റിമൂവ് ചെയ്യാൻ കുറച്ചൊന്ന് പാടാണ്. പക്ഷേ ഇച്ചിരി ഒന്ന് മെനക്കെട്ടിട്ടാലും അതൊന്ന് റിമൂവ് ആക്കി എടുക്കുക. സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിയുമ്പം ആ ഒരു ടിന്ന് കാണാനായിട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ടിന്നിൻ്റെ കളർ മാറിയെന്ന്. ആക്ച്വലി ഈ നേരത്തെ ഒരു ടിന്ന് സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാനായിട്ട്. ആ ഒരു ടിന്നാണ് ഈ ഒരു ടിന്ന്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇതിൻ്റെ കളറൊന്ന് മാറിയത്, വേറൊന്നും കൊണ്ടല്ല. ആൻഡ് ഇനി നമുക്ക് ആ ഒരു സ്റ്റിക്കർ കംപ്ലീറ്റ്ലി റിമൂവ് ആകത്തൊന്നുമില്ല. അവിടെ ഇതുപോലെ വൈറ്റ് പാച്ചസ് കാണും. പക്ഷേ നിങ്ങളത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും നമ്മൾ ഈ ഒരു ടിന്നിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കും. ആ ഒരു ടൈമിൽ ഈ ഒരു വൈറ്റ് പാച്ചസ് കവർ ആയിക്കോളും. ആൻഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് പാച്ചസ് റിമൂവ് ചെയ്യാം. പക്ഷേ അത് ഒരുപാട് ടൈം എടുക്കും. ആക്ച്വലി അതിൻ്റെ ഒരു ആവശ്യമില്ല. ആൻഡ് ഇത് ആ ഒരു കുഞ്ഞ് അടപ്പടയ്ക്കാനുള്ളൊരു പോർഷനാണ്. ഇതിന് താഴെ ഒരു കുഞ്ഞ് സ്പേസ് ഉണ്ട്. നമ്മൾ റിമൂവ് ചെയ്ത ആ ഒരു സ്റ്റിക്കർ ഈ ഒരു കുഞ്ഞ് സ്പേസിനിടയിൽ കയറിയിരിക്കും. അതൊരു കുഞ്ഞ് ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ച് റിമൂവ് ആക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വൃത്തികേടാണ്. സോ അതെന്തായാലും റിമൂവ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ ടിൻ എടുക്കുക. ഒരു സ്കെയിലും അതുപോലെ തന്നെ ഒരു പെർമനൻറ്റ് മാർക്കല്ലാന്നുണ്ടെങ്കിൽ ഒരു CD മാർക്കർ കൂടി എടുക്കുക. എന്നിട്ട് ആ സ്കെയിൽ ഈ ഒരു ടിന്നിൻ്റെ ബോട്ടം എൻഡിൽ പ്ലേസ് ചെയ്തിട്ട് ബോട്ടം എൻഡിൽ നിന്ന് മുകളിലേക്ക് ഒരു 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കമ്പി എന്തെങ്കിലും പഴിപ്പിച്ച് വെച്ചിട്ട് കുഞ്ഞ് ഹോൾ ഉണ്ടാക്കിയെടുക്കുക. വേറൊന്നുമല്ല, ആ ഒരു ചെടിച്ചട്ടിയിലെ വെള്ളം പുറത്തോട്ട് പോകാനായിട്ടാണ്. ആൻഡ് എന്നിട്ട് ആ ഒരു ഉരുകിയ പോർഷൻസ് ആ ഒരു ഹോളിന് ചുറ്റും ഉണ്ടാവും. അത് ഇതുപോലെ ഒരു ബ്ലേഡ് വെച്ച് റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കുക. എന്നിട്ട് ഒരു ന്യൂസ് പേപ്പർ എടുത്ത് അതൊന്ന് കത്തിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു ടിന്ന് ആ ഒരു തീയിൽ ചെറുതായിട്ടൊന്ന് കാണിക്കുക. തീയിൽ കാണിക്കണത് വെറുതെ ഒന്നുമല്ല. ആക്ച്വലി നമ്മൾ ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ സർഫസ് കുറച്ച് റഫായിട്ട് മാറും. ആ റഫ്നെസ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് തീയിലൊന്ന് കാണിക്കണത്. ആൻഡ് ഒരുപാട് തീയിൽ കാണിക്കാതിരിക്കുക. കാര്യം ഈ ഒരു ടിന്നെന്ന് പറയുമ്പോൾ ഭയങ്കര തിന്നാണ്. സോ ഒരുപാട് സമയം നിങ്ങൾ തീയിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ഉരുകിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മാത്രം മതി. കംപ്ലീറ്റ്ലി ആ ഒരു റഫ്നെസ് ഒന്നും മാറി കിട്ടില്ല, പക്ഷേ ഒരുവിധം അതൊന്ന് സ്മൂത്തായിട്ട് കിട്ടും. ഇനി ഈ ടിന്നിൻ്റെ ആ ഒരു അടപ്പടയ്ക്കുന്ന പോർഷൻ താഴെ കുഞ്ഞൊരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസ് നിങ്ങൾ എന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്യുക. ഞാൻ MC വെച്ചാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തടിപ്പൊടി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് പശ ഒഴിച്ച് ഫില്ല് ചെയ്താലും മതി. നിങ്ങൾ ആ പോർഷൻ എന്തായാലും ഫില്ല് ചെയ്തേ പറ്റൂ. നിങ്ങൾ ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനിൽ നിങ്ങൾ പെയിൻറ്റ് അടിക്കുന്ന ടൈമിൽ അത്യാവശ്യം പെയിൻറ്റ് കൂടുതലായിട്ടിരിക്കും. എന്നിട്ട് നിങ്ങൾ ആ ടിന്നെടുത്ത് നേരെ വെക്കുന്ന ടൈമിൽ ആ ഒരു പെയിൻറ്റ് ടിന്നിന് മുകളിലേക്ക് ഒലിച്ചിറങ്ങും. അത് ഭയങ്കര വൃത്തികേടാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ പെയിൻറ്റ് തുടച്ച് പിന്നെ ഒന്നിനെ പെയിൻറ്റ് അടിച്ച് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെക്കാട്ടും നല്ലത് ഫില്ല് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. സോ അത് ഫില്ല് ചെയ്ത് തന്നെ പോകാൻ നോക്കുക. ഇപ്പോൾ ആ ഒരു പോർഷനിൽ ഞാൻ MC ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടിന്നിൽ ഞാൻ പെയിൻറ്റ് അടിക്കാൻ പോവാണ്. ആൻഡ് ഈ ഒരു ടിന്നിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഡബിൾ സൈഡ് കോൺസെപ്റ്റാണ്. അതായത് ഈ ഒരു ടിന്നിൽ തന്നെ 2 കളറാണ് അടിക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു ടിന്നിൻ്റെ പെർഫെക്റ്റ് ഹാഫ് ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒരു ഹാഫ് മുഴുവൻ വൈറ്റ് പെയിൻറ്റും മറ്റേ ഹാഫ് മുഴുവൻ ബ്ലാക്ക് പെയിൻറ്റുമാണ് കൊടുക്കാൻ പോകുന്നത്. ആൻഡ് വൈറ്റ് അടിക്കുന്ന സൈഡിൽ ബ്ലാക്ക് ഐസും ബ്ലാക്ക് മൗത്തുമാണ് കൊടുക്കുന്നത്. ആൻഡ് ബ്ലാക്ക് അടിക്കുന്ന സ്ഥലത്ത് വൈറ്റ് ഐസും വൈറ്റ് മൗത്തുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു യൂണിക് ഡിസൈൻ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഈ ഒരു ടിന്നിൻ്റെ അടപ്പ് വരുന്ന പോർഷൻ്റെ താഴെയുള്ള പോർഷൻ്റെ ലെങ്ത് ആദ്യം ഒരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുക. എന്നിട്ട് അത് എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. ഇപ്പോൾ ഇതിനകത്തൊരു 10 സെൻറ്റിമീറ്റർ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. സോ ഞാൻ അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരും. അതുകൊണ്ടാണ് അത് മാർക്ക് ചെയ്ത് വെക്കുന്നത്, വെറുതെ ഒന്നുമല്ല. എന്നിട്ട് നമുക്ക് ഈ ഒരു ടിന്നിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യണം. ഡയമീറ്റർ മെഷർ ചെയ്യണം എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്റർ മെഷർ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ടിന്നിൻ്റെ പെർഫെക്റ്റ് ഹാഫ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മളൊരു നൂലെടുക്കുക. നൂലെടുത്തിട്ട് നമ്മൾ ആദ്യം വരച്ച ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ആ ഒരു നൂലിൻ്റെ എൻഡ് പ്ലേസ് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു ടിന്നിൽ നൂല് ഒരു റൗണ്ട് ഒന്ന് ചുറ്റിയെടുത്ത് നമ്മൾ വരച്ച ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ആ നൂലെത്തുന്ന ടൈമിൽ അവിടെ വെച്ചിട്ട് ആ നൂലിലൊരു മാർക്ക് ചെയ്യുക. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു നൂലെടുത്ത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ല ആ ഒരു മാർക്കിങ് വെച്ച് ആ നൂല് കട്ട് ചെയ്യാം. എന്നിട്ട് ആ നൂല് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഹാഫ് കിട്ടും. അവിടെ വെച്ച് ഈ നൂല് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ആ നൂല് മാറ്റി വയ്ക്കുക. ഇതുപോലെ നമ്മൾ മിഡ് പോർഷനിലും അതുപോലെ ബേസ് പോർഷനിലും ചെയ്യുക. കാര്യം നമ്മൾ 3ആയിട്ട് ചെയ്യണമെന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞ ആ റീസൺ കൊണ്ട് മാത്രമാണ്. കാര്യം ടിന്നിൻ്റെ മുകൾ പോർഷനിലോട്ട് വീതി കൂടുതലും താഴോട്ട് വരുമ്പോൾ വീതി കുറഞ്ഞാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ 3ആയിട്ട് മെഷർ ചെയ്യണത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഹാഫ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെത്തേഡ് യൂസ് ചെയ്യുക. എനിക്ക് ഈ ഒരു മെത്തേഡാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പിക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുക. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ആ ഒരു നൂലെടുക്കുക.
അതായത് നേരത്തെ ഹാഫാക്കി കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു 3 നൂലില്ലേ, ആ 3 നൂലെടുക്കുക. അതിൽ ഏറ്റവും നീളം കൂടിയ നൂല് ആദ്യം എടുക്കുക. ഏറ്റവും നീളം കൂടിയ നൂലായിരിക്കും ആ ഒരു ടോപ്പ് പോർഷനിൽ വന്നത്. എന്നിട്ട് അതെടുത്ത് നേരത്തെ വരച്ച ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഈ ഒരു ലൈനിൽ ആ ഒരു നൂലിൻ്റെ ഒരു എൻഡ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് അത് ഇതുപോലെ ആ ഒരു ടിന്നിന് മുകളിലൂടെ ചുറ്റി ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി ഇവിടെ വെച്ച് ആ ഒരു നൂല് തീരും. അവിടെ നിങ്ങൾ ആ ഒരു മാർക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ നിങ്ങൾ മിഡ് പോർഷനിലും അതുപോലെ ബോട്ടം പോർഷനിലും മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്കെയിൽ എടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഈ ഒരു മാർക്കിങ്സിൽ ആ ഒരു സ്കെയിൽ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തിട്ട് ഇതിലെ ടോപ്പ് മോസ്റ്റ് മാർക്കിങ്, അതായത് ഈ ഒരു മാർക്കിങ്ങും പിന്നെ ഈ ബോട്ടം പോർഷനിൽ ഈ ഒരു മാർക്കിങ്ങും നമ്മൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഈ ഒരു ടിന്നിൻ്റെ പെർഫെക്റ്റ് ഹാഫ്. എന്നിട്ട് ഈ ഒരു ലൈന് കുറച്ച് മുകളിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ആൻഡ് നമുക്കിപ്പോൾ ഈ ഒരു ടിന്നിൻ്റെ പെർഫെക്റ്റ് ഹാഫ് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിനകത്ത് പെയിൻ്റ് അടിച്ചെടുക്കാം. ആൻഡ് ഇനി ഈ ടിന്നിൽ നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോവാണ്. അതിന് മുന്നേ നമുക്ക് ഈ ടിന്നിൽ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുക്കണം. സോ മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ട് കുറച്ച് മുന്നേ നമ്മൾ വരച്ച ആ ഒരു ലൈൻ, അതായത് ഹാഫ് മാർക്ക് വരച്ച ആ ഒരു ലൈൻ, അതിന് പാരലായിട്ട് ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുക്കുക. ഈ ഒരു ടിന്നിൻ്റെ അടപ്പ് വന്ന പോർഷൻസിൽ, അതായത് ഈ ഒരു പോർഷൻസിൽ മാസ്കിംഗ് ടേപ്പ് പ്രോപ്പറായിട്ട് ഒട്ടത്തില്ല. കാരണം അവിടെ കുഞ്ഞു കുഞ്ഞു കുഴികളുണ്ട്. സോ അവിടെ നിങ്ങൾ ഇതുപോലെ കത്തിരിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു മാസ്കിംഗ് ടേപ്പ് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കുക. സോ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുന്ന ടൈമിൽ വൃത്തിയായിട്ട് തന്നെ ഒട്ടിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടിന്നിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു മാസ്കിംഗ് ടേപ്പ് പ്രോപ്പറായിട്ട് ഒട്ടാത്ത പോർഷൻസിൽ ഇതുപോലെ പെയിൻറ്റ് കയറും. സോ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുന്ന ടൈമിൽ വൃത്തിയായിട്ട് തന്നെ ഒട്ടിക്കുക. ഇപ്പോൾ നമ്മൾ ഹാഫ് മാർക്ക് ചെയ്ത് വരച്ച ഒരു ലൈനിൻ്റെ പാരലായിട്ട് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ഒരു ലൈനുണ്ട്, അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുന്ന നടുക്കുള്ള പോർഷൻ, അതായത് ഈ ഒരു പോർഷനിൽ പെയിൻറ്റ് അടിക്കാൻ പോവാണ്. നമ്മൾ ആദ്യം ബ്ലാക്ക് പെയിൻറ്റിന് അടിക്കാൻ പോകുന്നത്. സോ നമുക്കൊന്ന് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുക്കാം. നിങ്ങൾ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ സിക്സാക് മാനറിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ടിന്നിൻ്റെ ഒരു സൈഡ് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ച ഒരു മാസ്കിംഗ് ടേപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി ഈ ടിന്നിൻ്റെ അപ്പുറത്ത് നിന്ന് നമ്മൾ വൈറ്റ് പെയിൻറ്റ് അടിക്കാൻ പോവുകയാണ്. അതിന് മുന്നേ നമ്മളിപ്പം ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് ഈ ഒരു സൈഡ് ഫുള്ള് നമുക്ക് ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കണം. സോ ആദ്യം നിങ്ങൾ കുറച്ച് ന്യൂസ് പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഈ ഒരു ടിന്നിൻ്റെ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ ന്യൂസ് പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുക്കുക. ആൻഡ് നിങ്ങൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ നോക്കുക. അതായത് ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് ജസ്റ്റ് ഒന്ന് ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുക. പക്ഷേ ആ ഒരു മാസ്കിംഗ് ടേപ്പിൻ്റെ പശ വരുന്ന പോർഷൻ ജസ്റ്റ് ഇതുപോലെ ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞ് ലൈനായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ന്യൂസ് പേപ്പർ കറക്റ്റായിട്ട് ഈ ഒരു ടിന്നിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഒരുപാട് പശയുള്ള പോർഷൻ ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ സൈഡിൽ വേണ്ട. ഒരുപാട് പശയുള്ള പോർഷൻ ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഈ ഒരു പോർഷനിൽ പെയിൻറ്റ് കൂടി ഇളകി വരും. ആൻഡ് ആ ഒരു പെയിൻറ്റ് പോയ പോർഷനിൽ പിന്നെ പെയിൻറ്റ് ഒന്നിനെ സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേഷനാണ്. സോ കുറച്ചൊരു പോർഷൻ മാത്രം പശയുള്ളത് ആവശ്യമുള്ളൂ. സോ അങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ള് ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്ത് ഇനി ഇതിൻ്റെ അപ്പുറ സൈഡിൽ നമുക്ക് വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുക്കാം. ആൻഡ് നമ്മളിപ്പോൾ ഈ ഒരു സൈഡിൽ വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ടിന്നിൽ വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ടിന്ന് കാണാനായിട്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് ഒരു സൈഡിൽ വൈറ്റ് പെയിൻറ്റും മറ്റേ സൈഡിൽ ബ്ലാക്ക് പെയിൻറ്റൊക്കെ ആയിട്ട്. ഇപ്പോൾ നിങ്ങൾ മാസ്കിംഗ് ടേപ്പ് ഇളകി എടുക്കുന്ന സമയത്ത് ഇതുപോലെ പെയിൻറ്റ് ഇളകി വരാൻ സാധ്യതയുണ്ട്. എനിക്ക് പെയിൻറ്റ് ഇങ്ങനെ ഇളകി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പെയിൻറ്റ് ഒരു ടിന്നിലേക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് ബ്രഷ് വെച്ച് വരച്ച് അതൊന്ന് ക്ലിയർ ചെയ്താൽ മതി. ഇപ്പോൾ ഇളകി വരുന്ന സമയത്ത് തന്നെ അത് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. പിന്നീടായി കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ അതങ്ങനെ ചെയ്താൽ മതി, അതപ്പം ശരിയായിക്കോളും. നിങ്ങളിപ്പോൾ ഈ ഒരു പെയിൻറ്റ് ബ്രഷ് വെച്ച് വരയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം കെയർഫുള്ളായിട്ട് തന്നെ വരയ്ക്കുക. കാര്യം ഒരു കുഞ്ഞ് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് ശരിയാക്കുക എന്നുള്ളത് അത്യാവശ്യം നല്ല പാടുള്ള പരിപാടിയാണ്. സോ ഇങ്ങനെയുള്ള പെയിൻറ്റ് ബ്രഷ് വെച്ച് കുഞ്ഞു കുഞ്ഞു പാച്ചസൊക്കെ വരച്ച് ക്ലിയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കെയർഫുള്ളായിട്ട് തന്നെ വരച്ച് റെഡിയാക്കാൻ നോക്കുക. ആൻഡ് ഇപ്പോൾ ഈ ഒരു ടിന്നിനകത്തുള്ള പെയിൻറ്റ് പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടിന്നിനകത്ത് ആ ഒരു കുഞ്ഞ് മാഷ്മെല്ലോയുടെ ഡിസൈൻ വരച്ചെടുക്കാൻ പോവുകയാണ്. അതിനാദ്യം നിങ്ങൾ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് മാഷ്മെല്ലോ ഇമേജസ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോഴേക്കും മാഷ്മെല്ലോയുടെ ഒരുപാട് ഇമേജസ് വരും. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഇമേജ് നിങ്ങൾ പിക്ക് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഇമേജ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുക. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജാണ്. ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡിൽ എനിക്ക് വരയ്ക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജാണ്. ഇപ്പോൾ നിങ്ങളും ഞാൻ ഫോളോ ചെയ്യുന്ന അതേ മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് തന്നെ സെലക്ട് ചെയ്യുക. അതായിരിക്കും ബെറ്റർ. എന്നിട്ട് ഈ ഒരു ഇമേജ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നേരെ നിങ്ങളുടെ ഫോൺ ക്യാമറയിൽ പോവുക. എന്നിട്ട് അത് നിങ്ങൾക്ക് വേണ്ട അളവിന് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിൽ രണ്ട് ഓപ്ഷനുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഈ ഒരു പിക്ക് ഏതെങ്കിലും ഒരു കഫേ പോയി നിങ്ങൾക്ക് വേണ്ട അളവിന് പ്രിൻ്റ് ഔട്ട് എടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഫോളോ ചെയ്ത് നിങ്ങൾ വരയ്ക്കുക. മേ ബി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് നിങ്ങൾ പിക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ മാഷ്മെല്ലോട് ഈ ഒരു ഡിസൈൻ ഒരു പേപ്പറിലോട്ട് വരയ്ക്കാൻ പോവുകയാണ്. അതിനാദ്യം ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം തിന്നായിട്ടുള്ള പേപ്പർ എടുക്കുക. അതായത് A4 ഷീറ്റ്, ചാർട്ട് ഇങ്ങനെയുള്ള പേപ്പറൊക്കെ അവോയ്ഡ് ചെയ്യുക. മറ്റൊന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ നോട്ട്ബുക്കിൻ്റെ പേപ്പർ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്യാമലിൻ നോട്ടിൻ്റെ പേപ്പർ എടുത്താൽ മതി. ഈ രണ്ട് പേപ്പർ അത്യാവശ്യം ബ്രൈറ്ററാണ്.
അതുപോലെ തന്നെ അത്യാവശ്യം തിന്നുമാണ്. സോ ഇതിലെടുക്കുന്നത് അത്യാവശ്യം ബെറ്റർ ആയിരിക്കും. എന്നിട്ട് നിങ്ങളെടുത്ത പേപ്പറിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്ക് ഒരു 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വരച്ച ആ ഒരു ലൈനിൽ നിന്ന് സൈഡിലേക്ക് ഒരു 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇതുപോലെ ഇപ്പുറ സൈഡിലും ചെയ്യുക. അപ്പോഴേക്കും നമുക്കൊരു സ്ക്വയർ കിട്ടും. അതിൻ്റെ നടുക്കായിട്ട് നിങ്ങളെ ഫോൺ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അത്യാവശ്യം ബ്രൈറ്റ്നസ് ഇടുക. ബ്രൈറ്റ്നസ് ഇട്ടിട്ട് നിങ്ങൾ നേരത്തെ എടുത്ത ഒരു സ്ക്രീൻഷോട്ട് അതിനകത്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു റഫ് സ്കെച്ച് വരച്ചെടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ വരച്ച റഫ് സ്കെച്ചിൻ്റെ മുകളിലായിട്ട് ഒരു പെൻസിലിട്ട് അത്യാവശ്യം ഡാർക്ക് ചെയ്ത് വരച്ചെടുത്താൽ മതി. കുറച്ചൊന്ന് മാറ്റേണ്ടിയൊക്കെ വരും, പക്ഷേ അതൊന്ന് വരച്ചെടുക്കുമ്പോൾ അത് കാണാനായിട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പോൾ വരച്ച ആ ഒരു മാഷ്മെല്ലോയുടെ ഐസും മൗത്തും ഇതുപോലൊരു ബ്ലേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ച ഒരു സ്ക്വയറും അതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോഴേക്കും അത് കാണാനായിട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇതുപോലെ 2-3 കൂടി കട്ട് ചെയ്തെടുക്കണം. ഇനി ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു മാഷ്മെല്ലോയുടെ ഡിസൈൻ നമ്മൾ നേരത്തെ പെയിൻ്റ് അടിച്ച് വെച്ച് ഈ ഒരു ടിന്നിൽ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക. അത് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഡിസൈനും ഈ ഒരു വൈറ്റ് പെയിൻറ്റിൻ്റെ ബോർഡറുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് കൺഫേം ആക്കി തന്നെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് മാസ്കിംഗ് ടേപ്പ് ഇതുപോലെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ആ ഒരു മാഷ്മെല്ലോയുടെ ഡിസൈൻ ഈ ഒരു ടിന്നിൽ ഒട്ടിച്ചാൽ മതി. ആൻഡ് നിങ്ങൾ ആ ഒരു മാഷ്മെല്ലോയുടെ ഡിസൈൻ ഒട്ടിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു മാഷ്മെല്ലോയുടെ ഡിസൈൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അവൻ നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാസ്കിംഗ് ടേപ്പ് ഇട്ട് ഒട്ടിച്ചാൽ മതി. ആൻഡ് മാസ്കിംഗ് ടേപ്പ് ഇട്ട് ഒട്ടിക്കുന്ന സമയത്ത് ഒരുപാട് മാസ്കിംഗ് ടേപ്പ് വാരി വലിച്ച് ഒട്ടിക്കരുത്. ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഇളക്കിയെടുക്കുന്ന സമയത്ത് അവിടുത്തെ പെയിൻറ്റ് കൂടി ഇളകി വരും. പിന്നെ അത് ഇരട്ടി പണിയാവും. അപ്പോൾ നമ്മൾ ഈ ഒരു മാഷ്മെല്ലോയുടെ ഡിസൈൻ ഈ ഒരു ടിന്നിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു CD മാർക്കർ യൂസ് ചെയ്ത് ഈ ഒരു മാഷ്മെല്ലോയുടെ ഐസും മൗത്തും ഈ ഒരു ടിന്നിൽ വരച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു ഡിസൈൻ നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ടിന്ന് കാണാനായിട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഒരു പെൻസിൽ യൂസ് ചെയ്ത് വരച്ചാൽ മതി. കാരണം നിങ്ങൾ അവിടെ CD മാർക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഡാർക്ക്നെസ് കാരണം ആ ലൈൻസ് ഒന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല. സോ അവിടെ ഒരു പെൻസിൽ യൂസ് ചെയ്ത് വരച്ചാൽ മതി. നിങ്ങളൊരു പ്ലെയിൻ പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിനകത്തുള്ള പ്ലെയിൻ പോർഷൻ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു മാഷ്മെല്ലോയുടെ ഡിസൈൻ അതിന് മുകളിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഐസും മൗത്തും ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ വരച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു പ്ലാൻ ബോട്ട് ചെയ്യാനായിട്ട് 4 ഐസും 2 മൗത്തുമാണ് ആവശ്യം. അതിനകത്ത് 2 ഐസും 1 മൗത്തും ഒരു പെയറാണ്. അതുപോലെ അടുത്ത 2 ഐസും 1 മൗത്തും അടുത്ത പെയറാണ്. സോ അതിൽ ഒരു പേര് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുക്കുക. അതിൻ്റെ അടുത്ത പേര് വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുക്കുമ്പോൾ മേ ബി ഇത് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈ വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വളച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ച ആ ഒരു മാഷ്മെല്ലോയുടെ ഡിസൈൻ, അതായത് ഈ ഒരു ടിന്നിൽ വരച്ച മാഷ്മെല്ലോയുടെ ഡിസൈൻ, ഇതിനകത്ത് നമ്മളിപ്പോൾ വെട്ടിയെടുത്ത ഐസും മൗത്തും ഒന്ന് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ വൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് ഐസും ബ്ലാക്ക് മൗത്തും പ്ലേസ് ചെയ്യുക. അതുപോലെ ബ്ലാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഐസും വൈറ്റ് മൗത്തും പ്ലേസ് ചെയ്യുക. സോ കുറച്ച് പശ വെച്ച് അതൊന്ന് വൃത്തിയായിട്ട് ഒടിച്ചെടുക്കുക. ഞാൻ ഒരുപാട് പശ വാങ്ങി ഒഴിച്ചു അത് ഒടിച്ചിറങ്ങിയതാണ് ഈ ഒരു വൃത്തികെട്ട പോർഷൻസൊക്കെ. സോ ഒരു സൈഡ് ഒട്ടിച്ച ശേഷം മാത്രം അടുത്ത സൈഡ് ഒട്ടിക്കുക. ആൻഡ് ഇതൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്ലാൻ പോയിട്ട് ഫിനിഷായി. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇതിനകത്ത് നമ്മൾ പ്ലാന്റൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് നമ്മുടെ സ്റ്റഡി ടേബിളിലും അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ടേബിളിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആൻഡ് ഇതിൻ്റെ ഒരു വൈറ്റ് വേരിയൻ്റ് കൂടി ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് കാണാനായിട്ട് ഇങ്ങനെയാണുള്ളത്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഫൈനലി ഇപ്പോൾ നിങ്ങൾ ആ ഒരു കുഞ്ഞ് പ്ലാൻ ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞു. സോ ഈ കുഞ്ഞു വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നല്ല വീഡിയോ ആയിട്ട് പിഴിലും കാണാം. അത് വെരി ഗുഡ് ബൈ.